ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു നാടൻ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് വൈകുന്നേര സമയങ്ങളിലും അതുപോലെ തന്നെ 10 മണിക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ മുമ്പ് തൊട്ടേ ആളുകൾ ഉണ്ടാക്കി പോരുന്ന ഒരു നാടൻ റെസിപ്പി കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര വെച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ശർക്കര വെച്ചിട്ടാണ്. അപ്പോൾ ശർക്കര ഇവിടെ ഉരുകി വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമിയൊക്കെ ഉള്ള ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം, രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ശർക്കരയും ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഏകദേശം തിളച്ച് വരുന്ന ഒരു സമയത്ത് നേരത്തെ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഗോതമ്പ് പൊടിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് കട്ടിക്കുള്ള ഡ്രിങ്ക് അല്ല ഉണ്ടാക്കുന്നത്. ഒരുപാട് കട്ടിയാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് ഉണ്ടായാൽ മതിയാവും, കൂടുതൽ കട്ടിയായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇടയ്ക്ക് ആ ഒരു തേങ്ങ കടിക്കാൻ കൂടെ കിട്ടണം. എന്നിട്ടിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ വാട്ടുന്ന രീതിയിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ വാട്ടി കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ ഒരു പായസം പോലെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഒരു ഡ്രിങ്ക് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെയും കുടിക്കാം. വറവിട്ടിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു നിർബന്ധമില്ല, ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. വറവിട്ടിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഏകദേശം ആയി വരുന്നൊരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ കളറൊക്കെ മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർക്കണമെന്നില്ല. അവസാനം ആ ചൂടോട് കൂടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.